അഴിമതി ഹലാലായ പാർട്ടിയാണ് മുസ്ലിം ലീഗെന്ന് KT ജലീൽ. സാമ്പത്തിക തട്ടിപ്പിൽ മറുപടി പറയാതിരിക്കാനാണ് PK ഫിറോസ് UDF കാലത്തെ മലയാളം സർവകലാശാല വിഷയം വലിച്ചിട്ടത്. മലയാളം സർവകലാശാല ഭൂമി വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് മുസ്ലിം ലീഗ് നേതാക്കളോട് KT ജലീലിന്റെ വെല്ലുവിളി നടത്തുകയുണ്ടായി. PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും. മലപ്പുറം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സിന്റെ പകർപ്പും KT ജലീൽ പുറത്തുവിട്ടു. തന്റെ വമ്പൻ സാമ്പത്തിക തട്ടിപ്പുകളിൽ മറുപടി പറയാതിരിക്കാനാണ് PK ഫിറോസ് സർവകലാശാല വിഷയം ചർച്ചയാക്കുന്നത്. 22/2/2016 UDF ഭരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ വില നിർണയം നടത്തിയ സ്ഥലമാണിത്. മലപ്പുറം ജില്ലയിൽ അബ്ദുൾ റബ്ബിന്റെ നാടിനോട് തൊട്ടടുത്ത് അദ്ദേഹം തന്നെ രൂപം നൽകിയെന്ന് പറയപ്പെടുന്ന മലയാളം സർവകലാശാലയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വില നിർണയ സമിതി കൂടുന്നതും ഈ വില നിശ്ചയിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതും അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം പങ്കെടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നമ്മളിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയും? മലയാളം സർവകലാശാലയ്ക്ക് ആവശ്യമായി വരുന്ന 15 ഏക്കറോളം വരുന്ന ഭൂമിക്ക് വില നിശ്ചയിക്കുന്നതിനാണ് യോഗം ചേർന്നിരിക്കുന്നതെന്ന് അധ്യക്ഷൻ കൂടിയായ ജില്ലാ കളക്ടർ ആമുഖമായി പറഞ്ഞു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നും KT ജലീൽ വെല്ലുവിളിച്ചു. PK ഫിറോസിനെ പോലുള്ള ഏഴാം കൂലികളോടല്ല ഇതിനു മറുപടി പറയേണ്ടതെന്നും KT ജലീൽ പറഞ്ഞു. ഇത് വരുന്ന നിയമസഭയിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തിരൂർ MLA ആയിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ ഇതൊരു അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരട്ടെ. അദ്ദേഹം കൊണ്ടുവരട്ടെ. നിയമസഭാ സാമാജികന്മാരല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കേണ്ടത്? N ഷംസുദ്ദീനില്ലേ തിരൂർക്കാരൻ? അദ്ദേഹം പറയട്ടെ. ഫിറോസ് എന്ന് പറയുന്ന ഏഴാംകൂലിയെ അല്ല ഈ കാര്യം ഏൽപ്പിക്കേണ്ടത്. നുണ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് മുതിർന്ന നേതാക്കൾ PK ഫിറോസിന് കൈയൊഴിഞ്ഞത്. മുസ്ലിം ലീഗിന്റെ കത്വ ഉന്നാവോ ഫണ്ടുകളിൽ നിന്നും ദോത്തി ചലഞ്ചിൽ നിന്നും വെട്ടിപ്പ് നടത്തിയാണ് PK ഫിറോസ് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതെന്നും KT ജലീൽ പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.